വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്നൊരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യോക്ക് പോർഷനാണ്. അംബർല മോഡലിലുള്ള കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ട് പോർഷൻ ഇതുപോലെ തന്നെ അംബർല മോഡലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് 4.5 ഇഞ്ച്. ഈ പോർഷനിൽ നമുക്ക് 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഇതുപോലെ ഒരു കേവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഔട്ടർ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഔട്ടർ പോർഷനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത്. സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവ് ലെങ്ത് 18 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 19.5 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. ഈ പോർഷനും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും പഫിനായിട്ടൊരു 3.5 ഇഞ്ച് എക്സ്ട്രാ ആവശ്യമുണ്ട്. ഇതുപോലെ 3.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പഫിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷനിൽ വച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോർഷനിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഇതുപോലെ ഈ പോർഷൻ വരെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷനിലെ വിഡ്ത്ത് നമുക്ക് ഹാഫ് ആകുമ്പോഴേക്കും 4.25 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കും സ്ലീവും സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നു. നെക്ക് ഇതുപോലെ ഒരു ക്ലോത്തിൽ വച്ചിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ അരികു പോർഷനിലൂടെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത അതേ ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/4 ഇഞ്ച് വച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ കോർണർ പോർഷൻസിൽ കട്ട്സുകൾ കൊടുക്കാം. റോങ് സൈഡിലേക്ക് നമ്മുടെ നെക്ക് തിരിച്ചു കൊടുക്കാം. നെക്ക് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ പോർഷനിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല പോർഷനും ഒരുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഈ പോർഷനിലായിട്ടാണ് നമ്മൾ പഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരുന്നത്. നമുക്ക് ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ബോട്ടം പോർഷനൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ബഫ് സ്ലീവ് വരുന്നത്. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് കൊടുത്തിരുന്നത്. 3/4 സ്ലീവാണ്. അംബർല മോഡലിലാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. ഈ മോഡലിനായിട്ട് നമ്മൾ
3 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.